നമ്മൾ നട്ടുണ്ടാക്കി അത് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഒന്നായത് ഏലം, കാന്താരിയൊക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം? സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ കുറച്ച് വിളവെടുപ്പുണ്ട്, അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് വിളവെടുക്കാമെന്ന് വിചാരിച്ചാൽ വരി. ഇത് വെണ്ട വിളവെടുക്കുക. വെണ്ട കുറച്ചുണ്ട്, നല്ല ടേസ്റ്റുള്ള വെണ്ടയാ. വെണ്ടയ്ക്ക് നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മതി, നന്നായിട്ടുണ്ടാവും. നനച്ചും കൊടുക്കും. ഇനി നമുക്ക് കാന്താരി പറിക്കാം. വെളുത്ത് നല്ല എരിവുള്ളൊരു കാന്താരിയാ. ഈ കാന്താരിക്ക്, ഈ ചെടിക്ക് അത്ര അങ്ങോട്ട് വെയിൽ വേണ്ട, സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല. ഏത് തണലത്തും ഇതുണ്ടാവും. ഇത് പറിക്കാൻ വൈകിപ്പോയി, കുറെ പഴുത്തു പോയി. ഇനി പറിക്കട്ടെ. ഇത് വേറൊരു കാന്താരി. കുറേ ചെടിയുണ്ട്, ഈ വെള്ളക്കാന്താരിന് കുറേ ചെടിയുണ്ട്. ഇതിലും ഉണ്ട്. ഇതാ വഴുകിപ്പോയത് കൊണ്ട് ഒക്കെ പഴുത്തു പോയി. ഇനി ഇതും കൂടെ ഒന്ന് പറിക്കട്ടെ. എല്ലാവരും വീട്ടിൽ ഓരോ കാന്താരിയൊക്കെ പിടിപ്പിക്കുന്നത് നല്ലതാ. കാന്താരിൻ്റെ വില കേട്ടാൽ ഞെട്ടും. 300-400 രൂപയെന്ന് പറയുന്നത് കിട്ടുന്നു. കാന്താരിക്ക് നല്ലൊരു ടേസ്റ്റ് അല്ലേ? ഉപ്പേരിയൊക്കെ കാന്താരി ഇട്ടുണ്ടാക്കിയാൽ നന്നായിട്ട് കാന്താരി ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഞാൻ പ്രത്യേക വളമൊന്നും ചെയ്തില്ല. ഇടയ്ക്കൊന്ന് നനക്കും, പിന്നെ അടിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കും, നനക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനത്ര വെയിലും വേണ്ട. അതുകൊണ്ട് എല്ലാവർക്കും പിടിപ്പിക്കുന്നത് നല്ലതാണ്. ഇതാ ഇത്രയും പറിച്ചു. ഇനിയുണ്ട്, ചെടിയിൽ ഇനിയുണ്ട്. പക്ഷേ ഇനി പിന്നെ പറിക്കാം, സമയം കുറേ ആയിപ്പോയി. ഇനി നമുക്ക് ഏലം പറിക്കാൻ പോവാം, അത് കാണിച്ചു തരാം. ഇതെൻ്റെ ഏലം. ഇങ്ങനെയാണ് ഏലം ഉണ്ടാവുക. ഏലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏലം നടണമെന്ന് ഭയങ്കര ആഗ്രഹം. എവിടെ നിന്ന് അന്വേഷിച്ചിട്ട് ഏലത്തിൻ്റെ തൈ കിട്ടുന്നില്ല. നഴ്സറി പോയി നോക്കി, അവിടെ ഇല്ല. പിന്നെ ഈ ബുക്ക് ചെയ്യാൻ വന്നിനി എന്തെങ്കിലും ചെടി വേണമെന്നുള്ള ലോറിക്കാർ, അവരോട് ഞാൻ പറഞ്ഞു, അവരെടുത്തുമില്ല. അവസാനം എനിക്ക് കിട്ടിയത് എങ്ങനെ അറിയോ? ഇവിടെ അടുത്തൊരാളെ കിണർ കുഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഏലം നട്ട സ്ഥലത്താണ് കിണർ കുഴിക്കുന്നത്. അപ്പോൾ അവർ ഏലെല്ലാം പറിച്ചൊഴിവാക്കി. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു വേണോ, ഓടിപ്പോയി കൊണ്ടുവന്ന് നട്ടു. അങ്ങനെ നട്ട ഏലായത് കുറേ സ്ഥലത്ത്. പിന്നെ ഞാൻ ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ മാറ്റി മാറ്റി കുറേ സ്ഥലത്ത് നട്ടു. ഇപ്പം എനിക്ക് ഇഷ്ടം പോലെ ഏലാണ്. ഒരൊറ്റ തണ്ട് ഇങ്ങനെയുള്ളതപ്പം നട്ടത്. അത് വലുതായി എൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ചുറ്റും ഉണ്ടായി. ചുറ്റും ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുത്താലേ ഇത് ചുറ്റും ഇങ്ങനെ തൈ ഉണ്ടാവുള്ളൂ. ഇതാ കണ്ടില്ലേ ഏലം? ഇവിടെ ഒന്ന് നട്ട്, പിന്നെ ഇവിടെ. മഴക്കാലം തുടങ്ങുമ്പോൾ ഇത് പറിച്ച് നടേണ്ടത്. എന്നാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ട, മഴ കിട്ടിക്കോളുമല്ലോ. ഇതാ ഈ ചോട്ടിൽ നിന്ന് കിട്ടിയതാ ഇതൊക്കെ, ഇത്രയും ഏലം. ഇതിൽ ചിലത് പൂവൊക്കെ കാണുന്നുണ്ട്, ചിലത് മൂക്കാത്തതും ഉണ്ട്. പക്ഷെ മൊത്തം പറിക്കില്ലാതെ മാർഗമല്ല. ഇനി അതൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കണം. കണ്ടില്ലേ ഇന്നത്തെ വിളവെടുപ്പ്? കാന്താരി, വെണ്ട, ഏലം. എല്ലാവരും കണ്ടല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബും ലൈക്കും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.